ഹലോ ഗേസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ രഞ്ജിത ആർ നായർ എന്ന് പറഞ്ഞ ഒരു മാം, അവർ നമ്മുടെ ഫ്ലൈറ്റ് അപകടത്തിൽ അഹമ്മദാബാദ് ഫ്ലൈറ്റ് അപകടത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. രഞ്ജിത ആർ നായർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മാം മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ചേച്ചീനെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പവി എന്ന് പറഞ്ഞ ഒരുത്തനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതായത് ഇയാൾ നമ്മൾ ഡെപ്യൂട്ടി തഹസിൽദാറായിട്ടാണ് കേരളത്തിൽ വർക്ക് ചെയ്യുന്നത്, കാസർഗോഡാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവന് നടത്തിയുള്ള പ്രസ്താവന എന്താണെന്ന് വെച്ചാൽ ആ ചേച്ചി വളരെ മോശമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ആ ചേച്ചി വിദേശത്ത് പോയത് അതെങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ആ കാര്യം. അപ്പം ആ ചേച്ചി വിദേശത്ത് പോയത് അങ്ങനെയാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതൊരു മരിച്ചൊരു ചേച്ചിയാണ്. അപ്പോൾ ആ ഒരു കാര്യം എൻ്റെ വായെന്ന് ഞാൻ ഒരിക്കലും അത് ഞാൻ പറയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആ പവി എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ കാര്യം നിങ്ങളെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അല്ലെങ്കിൽ ന്യൂസിൽ നോക്കിയാൽ മതി, അവൻ പറഞ്ഞ ചെറ്റവർത്താനം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ചേച്ചിനെ കുറിച്ചിട്ട് ഇത്രയും മോശമായിട്ട്, അപ്പോൾ ആ ചേച്ചി എന്ന് പറഞ്ഞാൽ ഇവിടെ ഗവൺമെൻറ് ജോലി കിട്ടിയ ചേച്ചിയാണ്. പക്ഷേ ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവനെപ്പോലെ ചിലപ്പം കടമൊന്നുമില്ലാത്ത ഒരു ആളായിരിക്കില്ല, പലർക്കും പല അവസ്ഥയാണ്. അപ്പോൾ അവർ നോർമലി ലീവ് എടുത്തിട്ട് വിദേശത്ത് പോയിട്ട് കുറച്ച് കാലം ജോലി ഉപേക്ഷിച്ച് പോയൊന്നുമല്ല, കുറച്ച് കാലം പുറത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നല്ല ശമ്പളം കിട്ടാറുണ്ട്. ഇപ്പം ജർമ്മനിയിലോ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇംഗ്ലണ്ടിലൊക്കെ നല്ല ശമ്പളം കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി നിന്നിട്ട് ആ ഒരു യുവത്വമുള്ള സമയത്ത്, അതായത് നമ്മൾ അധ്വാനിക്കാൻ കഴിയുന്ന ആ സമയത്ത് പുറത്ത് പോയി ജോലിച്ച് നമുക്ക് ആ ഒരു നേഴ്സിംഗ് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നല്ല എമൗണ്ട് കിട്ടും. അപ്പോൾ അത് കിട്ടി കഴിഞ്ഞിട്ട് എന്തായാലും തിരിച്ചു വന്നിട്ട് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ തന്നെയാണ് ചേച്ചി പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് പ്രകാരം തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോയിട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഇവിടെ ജോലിക്ക് കയറാൻ അങ്ങനെ എന്തോ ആണ് തിരിച്ചു വന്നത്, കുട്ടികളെ നോക്കാനൊക്കെ. എന്നിട്ട് തിരിച്ചു പോകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പം ഇത്ര ആൾക്കാർ വെന്ത് മരിച്ചൊരു വിമാന അപകടം, ഇപ്പോൾ എത്ര ആൾക്കാർ നമ്മളെ മരിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് മരിച്ചത് ഈ ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചിനെ കുറിച്ചാണ് ഇവൻ വൃത്തിയായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇവനൊക്കെ എങ്ങനെ മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരാൾ അത്രയ്ക്ക് വെന്ത് മരിച്ചാണ് ചെയ്തത്. വെന്ത് മരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയങ്കരമായിട്ട് ഉള്ളൊരു ഇതാണ് വെന്ത് മരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത് ആയിട്ടുള്ള ആ ഒരു ചേച്ചീനെ ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇത് തന്നെയാണ് കേട്ടോ. നമുക്ക് അത്ര അത് കാണാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് വേദന സഹിച്ചിട്ടായിരിക്കും ആ ചേച്ചി മരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ വളരെയധികം മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതൊക്കെ. കാരണം നമ്മൾ ലോകം മൊത്തം ആ ഒരു സംഭവത്തിലുണ്ടായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട്, നിത്യജാതിക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഓരോ വെകിലി പിടിച്ച ചെന്നായ്ക്കൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഇമ്മാതിരി സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയും. ഇങ്ങനെ ഓരോന്ന് കമൻ്റൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇമ്മാതിരി ഓരോ സാധനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പം വളരെയധികം വിഷമത്തോടെയാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം ഇതിപ്പോൾ എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് പോലും നമുക്ക് അത്രയ്ക്ക് കുറ്റം പോകുന്നുണ്ട്. ഇതിപ്പം ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇവൻ്റെ പണി പോകാനുള്ള ആ ഒരു ഇത് വന്നത്. ഇപ്പം ഡെപ്യൂട്ടി തഹസിൽദാറായിട്ടുള്ള ഇയാളെ പണിയിൽ നിന്ന് ചെയ്യണം എന്ന് തന്നെയാണ് കലക്ടർ പറയുന്നത്. അപ്പോൾ അത് വളരെയധികം സ്വാഗതാർഹമാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന യുവന്മാരൊന്നും ജോലി ചെയ്യണ്ട, ഗവൺമെൻറ് ജോലി ചെയ്യണ്ട. ഇങ്ങനെ ഇപ്പോൾ നമ്മളെ അറിയാത്തൊരു ചേച്ചിനെ പോലും ഇങ്ങനെ കുറ്റം പറയുന്ന ഒരാളെ എന്തുകൊണ്ടും ഇവനൊക്കെ പണിയെടുക്കുമ്പോൾ, ഒരു തഹസിൽദാറായിട്ട് പണിയെടുക്കുമ്പോൾ ഇവനൊക്കെ മുമ്പിൽ വരുന്ന ആൾക്കാരെ ഇവൻ ഇങ്ങനെ തന്നെയല്ലേ ട്രീറ്റ് ചെയ്യുക, ഇവൻ ഇങ്ങനെ തന്നെയല്ലേ കൂടെ കുറ്റം പറയുക. ആ ആൾ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ആവശ്യം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ അവരെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറയില്ല, എന്താ ഉറപ്പ്? അങ്ങനെ ഇവനൊക്കെ ജോലി ചെയ്യുമ്പോൾ ഇവൻ്റെ അടുത്തൊക്കെ പോകും. എങ്ങനെ വിശ്വസിച്ചാൽ നാട്ടുകാർ പോവുക? നമ്മുടെ അമ്മയും പെങ്ങന്മാരൊക്കെ എങ്ങനെ ഇവനെ വിശ്വസിച്ചിട്ട് ഇവൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ പോയിട്ട് ഓരോ ആവശ്യത്തിന് പോവുക? ഇത്രയും വൃത്തികെട്ട ഈ ഒരു മൈൻഡുള്ളവൻ്റെ അടുത്തൊക്കെ എങ്ങനെയാണ് പോവുക? അപ്പോൾ ഇവനൊന്നും ജോലി ചെയ്യണ്ട. ഇവനൊക്കെ തഹസിൽദാർ ആയാലും ആരായാലും
ഇവരൊന്നും ജോലി ചെയ്യണ്ട, ഇങ്ങനെയുള്ള മൈൻഡുള്ള ആൾക്കാരൊന്നും വേണ്ട നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തിൽ തന്നെ ഇപ്പം ഇങ്ങനെ മൈൻഡുള്ളവരൊന്നും നമ്മൾ ഗവൺമെൻറ് സെക്ടറിൽ പണിയെടുക്കണ്ട. ഇവനൊക്കെ വല്ല കൂലിപ്പണിക്കോ എന്തോ അല്ലെ പിച്ച് തെണ്ടിയിട്ട് പണിയെടുത്ത് ജീവിക്കട്ടെ. ഇവനൊക്കെ നാക്കിന്ന് വന്ന ആ ഒരു സംഭവം ഇവന് എല്ലാ ദിവസവും പഴിച്ചിട്ട് ഇവനൊക്കെ ജീവിക്കട്ടെ. ഇവന് കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ അത് തന്നെയാണ്. കളക്ടർ ബ്രോയ്ക്ക് വലിയൊരു ചെലവിട്ട്. കളക്ടർ ബ്രോ, നിങ്ങൾ ചെയ്ത വലിയൊരു കാര്യം തന്നെയാണ്. ഇത് നടപ്പിലാവട്ടെ, നിങ്ങളുടെ നിർദ്ദേശം നടപ്പിലാവട്ടെ, അയാളെ പണി പോട്ടെ. നമ്മൾ ഇത്രത്തോളം നമ്മളെല്ലാവരും ലോകം മുഴുവനും കണ്ണീരിലാഴ്ത്തിയുള്ള ഈ സംഭവത്തിൽ ഇപ്പം ഇങ്ങനെ ഒരു വൃത്തികെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുള്ള ഇവനൊന്നും ഇവിടെ ഈ ഒരു ജീവിക്കാൻ തന്നെ അർഹതല്ല. അത്രയ്ക്ക് വൃത്തികെട്ട ഇതായിപ്പോയി. ഒരു മരിച്ച ആൾ, അത്രയ്ക്ക് കത്തിക്കരിഞ്ഞ് മരിച്ച ഒരാളെ കുറിച്ചാണ് ഇവൻ ഇതൊക്കെ പറഞ്ഞതെന്ന് ആലോചിക്കുമ്പോൾ ഇവനും അങ്ങനെ തന്നെ ആവട്ടെ. ഇവൻ്റെ മരണവും അങ്ങനെ തന്നെ ആവട്ടെ, അങ്ങനെ ഞാൻ പറയുള്ളൂ. കാരണം അവനും അനുഭവിക്കണോ ആ ഒരു വേദന. കാരണം അത്രയ്ക്ക് നീചമായിപ്പോയി ഇങ്ങനെ പറഞ്ഞത്. വളരെയധികം ദുഃഖമുണ്ട്. കാരണം ഒരാൾ എന്ത് മരിക്കും, അല്ലെങ്കിൽ ഒരാൾ മരണം മരിച്ചു കഴിഞ്ഞാൽ പോലും ഇങ്ങനെ കൂറ്റം പറയുന്നത് നിനക്കുമൊക്കെ ഇങ്ങനെ തന്നെ അനുഭവിച്ചു. കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ നീയും ഇങ്ങനെ തന്നെ നിനക്കും ഇങ്ങനെ തന്നെ അനുഭവം വരും. അപ്പോൾ ആർക്കും എന്തെങ്കിലും പറ്റുന്ന സംഭവമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഭൂരിഭാഗം ആൾക്കാരും ഫ്ലൈറ്റിലൊക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഈ സംഭവം സംഭവിക്കാം. നമുക്കോ നമ്മുടെ വീട്ടുകാർക്കോ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സംഭവത്തിൽ ഇങ്ങനെ ഒരിക്കലും പ്രതികരിക്കാറുണ്ടായിരുന്നു നിങ്ങൾ. വളരെ ദുഃഖമുണ്ട്. അപ്പോൾ ഇതൊന്നും പറയാനാണെന്ന് വീഡിയോ ചെയ്തത്. സംഭവം നടന്നിട്ട് 3 ദിവസം ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഇതൊന്ന് വീഡിയോ ചെയ്യാൻ എനിക്ക് ഒരു അവസരം കിട്ടിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്തത് കേട്ടോ. അപ്പം ഇത് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം ആ ഒരു സ്ത്രീയോട് നമ്മൾ ചെയ്യുന്ന ഒരു നന്മ ആയിക്കോട്ടെ ഇത്. കാരണം ഇവന്മാരെ പോലുള്ള ഇവൻ്റെ മുഖമൊക്കെ എല്ലാവരും വലിച്ച് കീറണം. ഇവൻ്റെയൊക്കെ യഥാർത്ഥ മുഖം ലോകം മൊത്തം അറിയണം. അപ്പോൾ അതിനു വേണ്ടിയാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് പറയാൻ പറ്റില്ല, ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ബൈ.